You are like my family members. I feel like home when I come to Wayanad. ഇത് രാഹുലിന്റെ പഴയ വാക്കുകൾ. എന്റെ രണ്ടാമത്തെ വീടാണ് വയനാടെന്ന്. ഈ വാക്കുകൾ AICC ശരിവെക്കുകയാണ്. കാരണം സഹോദരൻ നോർത്തിലേക്ക് തിരിച്ചപ്പോൾ വയനാടൻ വാറിന് സൗത്തിലേക്ക് ഇതാ സഹോദരി എത്തുന്നു. I'm very happy to be able to represent Wayanad, and all I'll say is that I won't let them feel his absence. As he said, he'll come many times with me, but I will work as hard and I will try my best to make everybody happy and to be a good representative. രാഹുൽ റായ്ബറേലിയിലേക്ക് വണ്ടി കയറുന്നതോടെ വയനാടിനെ ഗാന്ധി കുടുംബം കൈവിടുന്നുവെന്നായിരുന്നു രാഷ്ട്രീയ ആരോപണം. എന്നാൽ പ്രിയങ്കയെ സ്ഥാനാർത്ഥിയാക്കിയതോടെ ഇടത് BJP നേതാക്കളുടെ ആരോപണങ്ങൾക്ക് വിലങ്ങു വീഴുകയാണ്. ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് സ്ത്രീ പ്രാതിനിധ്യമില്ല. ഇത് പ്രിയങ്ക എന്ന തുറുപ്പുകാർഡിലൂടെ സ്ത്രീ വോട്ടുകൾ പെട്ടിയിലെത്തിക്കും. കൂടെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടാവുന്ന മേൽക്കൈയും AICCക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഇതുതന്നെയാണ് പ്രിയങ്ക എന്ന പൊളിറ്റിക്കൽ കാർഡിനെ തന്നെ ഇറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതിന്റെ കാരണം. BJPയെ വിറപ്പിച്ച ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റവും പ്രിയങ്കയ്ക്ക് വോട്ടാകുമെന്നതുറപ്പാണ്. ഇനി വരും മാസങ്ങളിൽ വിയർക്കാൻ പോകുന്നത് CPM ആയിരിക്കും. കാരണം വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ചേലക്കര, പാലക്കാട് തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നിച്ചായിരിക്കും ഉപതെരഞ്ഞെടുപ്പ്. പ്രിയങ്കയോട് പ്രിയം കൂടിയാൽ പിന്നെ കണ്ടറിയേണ്ടിവരും തിരഞ്ഞെടുപ്പ് ഫലം. ഭരണവിരുദ്ധ വികാരം മുന്നണി തന്നെ CPMനെ ഓർമ്മിപ്പിക്കുമ്പോൾ കൂടെ പോരാട്ടത്തിന് പ്രിയങ്കയും എത്തുന്നത് കോൺഗ്രസിന് നൽകുന്നത് വല്ലാത്ത മൈലേജാണ്. പ്രിയങ്കയോടുള്ള പ്രിയം വയനാടൻ മണ്ണിൽ ആദ്യ മണിക്കൂറിൽ തന്നെ വ്യക്തമാണ്. MM ഹസൻ, K മുരളീധരൻ എന്നിവർ മത്സരിക്കുമെന്ന രീതിയിൽ പല ചർച്ചകളും നടന്നിരുന്നു. എന്നാൽ പ്രിയങ്ക എന്ന ഒറ്റ ഫാക്ടർ അംഗത്തിനെത്തുന്നതോടെ KPCC കൈപ്പിടിച്ചുയരുന്നത് പല രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമായാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്.